നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തും ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ തൂക്കുചട്ടികൾ. അപ്പോൾ എല്ലാവരും തൂക്കുചട്ടി മേടിക്കുകയും ചെയ്യും. അതിൻ്റെ കയറും ഒരു സെറ്റായിട്ടാണ് മേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഞാൻ ഇതുവരെ അതിൻ്റെ സംഗതി മേടിച്ചിട്ടില്ല. ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു പ്ലെയർ മസ്റ്റായിട്ടും വേണം, കത്രിക, മെഴുകുതിരി, തീപ്പെട്ടി, പിന്നെ അത് തൂക്കിയിടാനുള്ള കയറ്. അത് നിങ്ങൾക്ക് എത്രയും വേണമെങ്കിൽ മേടിക്കാം. ഇത് നമ്മുടെ വേലിക്കമ്പിയാണ്, കെട്ടുകമ്പി എന്ന് പറയണത്. പിന്നെ ഇത് കുളത്തിടാനുള്ള കുളത്ത്, ഇതിന് വളരെ നിസ്സാര പൈസയുള്ളൂ മാർക്കറ്റിൽ. അത് എന്നിവയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആ പ്ലാസ്റ്റിക് കയറിൻ്റെ സൈഡ് ഉരുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിരി ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബലം കുറയും. അത് കാരണം ഇത് മസ്റ്റായിട്ടും അതിൻ്റെ സൈഡ് ഉറപ്പായിട്ടും ഉരുക്കിയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിരി ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് പെട്ടെന്ന് പൊട്ടും. പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ തൂക്കുചട്ടി ഇടാൻ ഉദ്ദേശിക്കുന്ന നീളം എത്രയാണെന്നുള്ളത് ഒന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഒരു വലിപ്പം കൂടി നമ്മൾ അളന്നെടുക്കുക. ഇതാണ് നമ്മളുടെ തൂക്കുചട്ടിക്ക് ആവശ്യമായ കയറിൻ്റെ വലിപ്പം. ഇതിനെ ഒന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യുക, ഇത് ഇത്രയല്ലേ വേണ്ടൂ എന്നുള്ളത് ചെയ്തതിന് ശേഷം അതിനെ മുറിക്കുക. ആ മുറിച്ചതിന് ശേഷം എന്തായാലും മെഴുകുതിരിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ അറ്റം നല്ല രീതിയിൽ ഉരുക്കി അതിനെ കട്ടയാക്കണം. അല്ലെങ്കിൽ ഇതിന് ബലം കുറയും, പൊട്ടിപ്പോവും എന്നുള്ളത് ഉറപ്പാണ്. ഇത് വളരെ വില കുറവിലും വളരെ ലഘുവായി, വിലയൊന്നുമില്ല, വീട്ടിലുണ്ടാകുന്ന കയറ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഇതുവരെ പുറത്തുനിന്ന് തൂക്കുചട്ടിക്ക് ഒന്നും കയറ് മേടിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. നമുക്ക് ഈ ഇരുമ്പ് കമ്പി എന്ന് പറയുന്നത്, കെട്ടുകമ്പി ഒരടി കഷ്ണം മതി. അത് ഒന്ന് മുറുക്കി കെട്ടാനും അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾക്കാണ്. അതും ഇതാണ്. ഇനി നമ്മളുടെ പരിപാടി ആരംഭിക്കുകയായി. ഇതിൻ്റെ അറ്റം ഞാൻ കാണിക്കുന്നത് പോലെ നല്ല മുറുക്കി കെട്ടുക. എന്നിട്ട് അതിനെ നന്നായി വലിക്കണം. വലിച്ച് അതിനെ നല്ല ടൈറ്റ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അത് നമുക്കെല്ലാവർക്കും വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ സംഭവങ്ങളല്ല. എന്നാൽ അതിന് ശേഷവും അതിൻ്റെ അറ്റം ഒന്ന് ഉരുക്കി അതിനെ ഒന്ന് ഉറപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ അത് അവിടെ നിന്ന് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനുശേഷം അതിനെ മടക്കി നമ്മളതിനെ സെൻട്രലിൽ വെച്ചിട്ട് ആക്കുക. ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കെട്ടുകമ്പി ഉപയോഗിച്ച് അതിൻ്റെ അറ്റം നല്ല മുറുക്കി ചുറ്റി കൊടുത്തിട്ട് അതിനെ ഒരു പ്ലെയർ ഉപയോഗിക്കണം. പ്ലെയർ ഉപയോഗിക്കാതെ പറ്റില്ല. ഇതിനാണ് നമുക്ക് പ്ലെയറിൻ്റെ ആവശ്യങ്ങൾ വളരെയധികം വരിക. തൂക്കുചട്ടിയുടെ കയറുണ്ടാക്കാൻ ഒരു പ്ലെയറാണ് നമുക്ക് മസ്റ്റായിട്ടും ആവശ്യമുള്ളത്. അപ്പോൾ അത് ബാക്കി കഷ്ണം മുറിച്ച് കളഞ്ഞ് അതിനെ നന്നായിട്ട് മുറുക്കുക. മുറുക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ ആ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ അത് ചട്ടി വീണ് പോകാൻ ചാൻസ് ഉള്ളു. അതുകൊണ്ടാണ് ആ ഭാഗം നന്നായിട്ട് മുറുക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ അടിഭാഗം ക്രോസായി വെച്ചിട്ട് നമ്മൾ അവിടെയും ഒന്ന് ഈ കെട്ടുകമ്പി കൊണ്ട് കെട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെള്ളം കുറച്ച് ഭാഗം ഇതിൻ്റെ ഈ ഭാഗത്ത് വെള്ളം വീണിട്ട് ഇത് ചിലപ്പോൾ ദ്രവിച്ചു പോവാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ ക്രോസായി കെട്ടണമെന്ന് പറയുന്നത്. കാരണം അത് കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞാൽ അതവിടെ സെറ്റാവും. അപ്പോൾ പിന്നെ ഇത് പൊട്ടിയാലും ചട്ടി നിലത്തേക്ക് വീഴില്ല, അതവിടെ ഉറച്ചിരുന്നോളും. അതുകൊണ്ടാണ് ക്രോസായി കെട്ടണം എന്ന് പറഞ്ഞത്. അവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രക്രിയ ഇവിടെയും ചെയ്യണം. നല്ല രീതിയിൽ മുറുക്കണം. എന്നിട്ട് പ്ലെയർ കൊണ്ട് അതിനെ
ശക്തിയാക്കി പിരിച്ചിടണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഊരിപ്പോരണ്ട എന്നുള്ള സംഗതിയാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ലഘുവായി ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 10-30 രൂപ കൊടുത്തിട്ട് ഒരു ഇത് മേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ തൂക്കുചട്ടി എയറിൽ നിൽക്കുന്നത് പോലെ തോന്നും. കാരണം ഇതിന് മഞ്ഞ ചിരടാവുമ്പോൾ പ്രത്യേകിച്ച് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ തൂക്കുചട്ടി മാത്രമാണ്, ചെടി മാത്രമാണ് കാണുക. അപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് ആ കുളത്ത് ശരിയാക്കുക. അതിനും പ്ലെയർ കൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് വികസിക്കും. അതിനുശേഷം നമുക്ക് അതിനെ കയറിൻ്റെ അറ്റത്തേക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന തൂക്കുചട്ടികൾ മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ കയറും അതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ഈ കുളത്ത് കിട്ടിയില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് വല്ല ഇരുമ്പ് കമ്പിയാണ് മതി. ഇതാണ് നമ്മുടെ തൂക്കുചട്ടിയുടെ കയർ റെഡിയായി. ഇത് സിമൻറ്റ് നമ്മുടെ ഓർക്കിഡ് ചട്ടിയാണ്. ഇതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു ചട്ടിയാണ്. ഇത്രേ ഇതിൻ്റെ പരിപാടികളുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ഞാൻ എല്ലാ സമയങ്ങളിലും ഇത് ഇങ്ങനെയാണ് തൂക്കുചട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി കാശ് കളയണ്ട എന്നുള്ളത് കൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ.